ഹലോ ആ പറയേച്ചി. ആ സുഖാണേച്ചി. ഇന്നലെ വന്നു. എന്തൊക്കെയുണ്ട്, 5-6 പെട്ടിയൊക്കെ ഉണ്ട് അവിടെ. ഇല്ല, നല്ല ഉറക്കത്തിലാ. ഞാൻ പറയാട്ടോ, വരും എന്തായാലും. ഇവിടെ പോയി കിടക്കണമെന്തോ. അമ്മ, ഒരു ചായ. ചേച്ചി അവനെ എണീറ്റെന്നാ തോന്നണേട്ടാ. പിന്നെ വിളിക്കാം. ഓക്കെ. അമ്മായി വിളിച്ചിരുന്നു. മോനെ എന്നാ അങ്ങോട്ട് ചെല്ലാന്ന് ചോദിച്ചു. എൻ്റെ പൊന്നമ്മേ, ഞാൻ അതിൻ്റെ നാടും നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണട്ടെ. എന്നിട്ട് പോരെ അമ്മയുടെ ചൊറ പിടിച്ച കുടുംബക്കാരാണ് പോക്ക്. അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കി, ഒന്ന് കുളിക്കട്ടെ. ഓ, മുഴുവൻ കൊണ്ടുപോയാ ഇല്ല. പോണേ. ഇവനെന്താണ് ഈ ഫോൺ എടുക്കാത്തതെന്ന് അറി. എന്നാലും ഇവനെപ്പറ്റയാവും. അമ്മേ, അമ്മ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. പുറത്തേക്ക് പോണതൊക്കെ കൊള്ളാം, നേരത്തെ വീട്ടിലെത്തി നോക്ക്. മോനെ, എത്ര കാലായി കുട്ടാ കണ്ടിട്ട്. നോക്കി കളിക്കണം മണ്ടന്മാരത്. ഇവന് പ്രാന്തണ്ട്, എന്താടി അടിക്കണേ രാഹുല. ക്രൂസിന്റെ സർവ്വ നോക്കിക്കല്ലാരും. എടോ തന്റെ ബോളിന് താമര കളിക്ക്. എന്നെ പഠിപ്പിക്കാൻ നിൽക്കില്ലട്ടാ, 3 കളിയായി തോറ്റിക്കണം. ജയിപ്പിക്കും. അളിയാ, ഗൾഫളിയാ, എന്റെ പൊന്നളിയാ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഇന്നത്തെ ഫുഡ് ഓക്കെ. എന്താടാ നിനക്ക് വിളിച്ചൊന്ന് ഫോൺ കളിയല്ലേ, ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കടാ. നീ മൊത്തത്തിലൊരു ദുബായ്ക്കാരനായിട്ടാ മോനെ. ആയോ? പിന്നെ അല്ല. എടാ കളിയൊക്കെ എന്തായി? കളി ഇതേ അവിടെ നടന്നോണ്ടിരിക്കുന്നു. എടാ കളിച്ചു തോറ്റ പൈസ ഡാ, ഞാൻ കളിച്ച് തോറ്റിട്ടുണ്ടെങ്കിലേ വൈകിട്ട് വന്നിട്ട് വീട്ടാനും എനിക്കറിയാം. അല്ലെങ്കിൽ എന്റെ അളിയാൻ കൊടുത്തോളും പൈസ. മനസ്സിലായടാ പട്ടികളെ. നമുക്കേ ഒരു സ്ഥലം വരെ പോവാം. അവനെന്താ പോവാലോ? വില്ലേട്ടാ, ഇനി എന്നാ പോണേ? എടാ, അവനിപ്പോ വന്നല്ലേ ഉള്ളൂ, പോകുമ്പോ അറിയിക്കാട്ടാ. പൊന്നു, ഇവനൊക്കെ എന്തൊക്കെ അറിയണം. എടാ, ഇനി ഞങ്ങളുടെ സർവാട്ടാ. ബോളിട്. സ്വർണ്ണമാലൊക്കെ ഉണ്ടല്ലോ, ഒറിജിനലാണ്. സ്വഭാവത്തിന് മാറ്റില്ലല്ലേ? എടാ, ഇവിടെ മാറ്റില്ലാത്ത ഒന്നേ ഉള്ളൂ, രാഹുൽ മംഗലം. ഔട്ടായ എന്താണ് അവിടെ? അളിയാ, വിടാതെ പിടിച്ചോ. എന്ത് നൊസ്റ്റാൾജിയ. കുന്നിമണിച്ചപ്പുക്കിലുക്കണ പൂവാലൻ തൂവൽ തുമ്പി കൺമുനയിലമ്പു തടുക്കണതെന്തേ നെഞ്ചിൽ കന്നിവയിൽ കണ്ണിമച്ചിമ്മിയ മഞ്ഞൂലും തണുനീർത്തുള്ളി നിന്നെ തിരഞ്ഞി വഴി എൻ്റെ ഉള്ളം തുള്ളി
പൂവാലി തൂവൽ തുമ്പി നിന്നെ തേടി മാഞ്ഞില്ലേ കാലങ്ങൾ പണ്ടേ കണ്ണാടി ചില്ലിൽ കാണും കോലം മാറി കൗമാരം പോയി കനവായി മുന്നിൽ. എടാ നീ ഇന്ന് വേണ്ട, വേഗം നാളെ വന്നേ. പോവാം. നീ അവളോട് പോയി കാര്യം പറഞ്ഞേ. ചെല്ലാം എടാ, വേണോ അല്ലെങ്കിൽ നാളെ പോവാ. ഇങ്ങോട്ട് വരില്ലടാ, അങ്ങോട്ട് പോടാ. എടാ എനിക്ക് പേടിയാവണ്ടാ. ഈ മണ്ടനെ കൊണ്ട് ഡാ പിന്നില്ലേ, ഈ എന്തായാലും ഒന്ന് അവളോട് പോയി കാര്യം പറയണം. കാലാവസ്ഥ നമുക്ക് അനുകൂലാണെന്ന് തോന്നണേ. ഈ മണ്ടൻ മേലേക്ക് നോക്കണ്ടല്ലോ. എടാ എനിക്ക് നല്ല പേടിയുണ്ടോ, ഞാൻ വല്ലതും പറഞ്ഞ അവള് വീട്ടിൽ പോയി പറഞ്ഞാലാ? നീ ഇങ്ങനെ പേടിക്കല്ലേ, പേടിച്ചാ ഒന്നും നടക്കില്ല. നിനക്ക് ഞാൻ ആ സാധനം കൊടുത്തിട്ടുണ്ട്. അതെന്താ? നീ ഇത് കണ്ടാ? ഉണ്ണിക്കണ്ണമാമന്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് നിനക്ക് വേണ്ടിട്ട്. പൗഡറാ? നിനക്ക് എന്നോട് ഇത്രക്ക് സ്നേഹം ഉണ്ടല്ലേ? നിന്നെപ്പോ കറക്റ്റ് മമ്മൂട്ടിനെ പോലെ ഉണ്ട്. മൃഗയിലെ മമ്മൂട്ടിയായിരിക്കും. ഇപ്പൊ തന്നെ മനസ്സിലായില്ല. എനിക്ക് അവളെ കാണുമ്പോ തന്നെ കയ്യും കാലും വരയ്ക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ കൂട്ടുകാരി സോഫിയില്ലേ, അവളുടെ അടുത്ത് പോയി കാര്യം പറ. അവൾ എങ്ങനെങ്കിലൊക്കെ ശരിയാക്കി തരും. അതെല്ലേ? നീ ധൈര്യായി ചെല്ലടാ. ഒരണക്ക സോഫി, സോഫി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പിന്നില്ല കാര്യം? നിന്നോട് മാത്രം പറയാനുള്ളൂ, ഒന്ന് വരൂ. ഞാനൊന്ന് പോയിട്ട് വരാം. ആടി ശരി. എന്താ പിന്നില്ല കാര്യം? എടി നിന്റെ കൂട്ടുകാരെ അഖിലല്ലേ, എനിക്കവളെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ തുറന്നു പറയാൻ ഒരു പേടി. അതുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണം. എടാ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് പോയി പറഞ്ഞൂടെ? അതിനുള്ള ധൈര്യം ഇപ്പൊ ഞാൻ നേരിട്ട് പോയി പറയൂലേ? നിന്നോട് വയ്ക്കോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് പോയി ഒന്ന് സൂചിപ്പിച്ചു നോക്കാം. പക്ഷെ അത് വിനിൽ തന്നെ നേരിട്ട് പോയി പറയണായിരിക്കും എന്റെ ശരി. അവനെന്താ പറഞ്ഞ്? എടി അവന് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാ? എന്തായാലും ഞാൻ അവനെ വിളിക്കാം. അവനെന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. അത് വേണോ? ഞാൻ വിളിക്കാം. ഡാ വിനിലേ. പണിയാവോ? പോയോക്ക്. എന്താ പിന്നിലെ കാര്യം? അത് പിന്നെ അഖില കണക്ക് പരീക്ഷയ്ക്ക് പഠിച്ചാ? ഞാൻ പഠിച്ചല്ലോ. പഠിച്ചല്ലേ? ഞാൻ എപ്പോഴാ ഓർത്ത്, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പോട്ടെ എന്നാ. ശരി കേട്ടാ. ഇവന് ഭ്രാന്തായ. അവനെന്താ പറഞ്ഞേ? കണക്ക് പരീക്ഷയ്ക്ക് പഠിച്ചോന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പഠിച്ചോന്ന്. ശരി, അത്രേ പറഞ്ഞോളൂ? വേറൊന്നും പറഞ്ഞില്ല. ശരി. ഡാ എന്തായടാ? മുള്ളാഞ്ഞത് ഭാഗ്യം. ഇതിനും ഭേദായിരുന്നു ഇങ്ങനെ ഒരു പൊട്ടൻ. വാ ക്ലാസ്സിൽ പോവാ. സ്കൂൾ കാണുമ്പോ അപ്പ കഞ്ഞിപ്പറ്റ ചേച്ചിന് ഓർമ്മ വരും. എടാ നിനക്ക് ഓർമ്മയില്ലടാ? നീ ഇതെവിടെയാണ്? വാ പോവാ. അപ്പോൾ കഞ്ഞി ചേച്ചിക്ക് ഇപ്പൊ എവിടെയാണ്? നമുക്കേ ഈ സ്കൂളൊക്കെ പൊളിച്ചിട്ട് കോളേജ് ആക്കണം. അതെന്തിനാ? കുറെ ചിക്സിനെ കാണാലാ. എടാ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു. എടാ ഈ ദുബായിൽ ഈത്തപ്പഴത്തിനൊക്കെ എന്താ വില? കിലോ 30. ഇവിടെ 100ടാ. റംസടാ പട്ടി. അല്ലടാ ഇത് റംസിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ആണോ? ഇല്ലടാ, ആറട്ടൻ്റെ ഫോട്ടോ. അതാരാ ഷെയ്ക്ക? അല്ലടാ നിന്റെ അപ്പനാടാ. താങ്ക് യു. എന്നാലും എൻ്റെ അഖില അവളിപ്പോഴേ എൻ്റെ നെഞ്ചിലുണ്ട്. എവിടെ? ഇവിടെ മൊത്തം ചൊറിയാണല്ലോ. ആരോടാ ഞാൻ ഈ പറയാതെ പോയ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമല്ലേ? എടാ സംഭവമൊക്കെ ശരി തന്നെ. പക്ഷേ നീ ഇപ്പം ഇതും പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. അവളിപ്പോൾ 2 പിള്ളേർ തള്ളയാണ്. പോരാത്തിന് അവളുടെ ഭർത്താവ് ഇപ്പോൾ മിലിറ്ററിയിലും. നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് പോയത് നിന്റെ നെഞ്ചത്ത് തൊള വീഴും. എൻ്റെ ഷഡ്ഡി പോലെ. എടാ നീ അത് വിട്. എടാ ഈ നനച്ച വണ്ടി ഇടിച്ച ഉണ്ണിക്കണ്ണമംഗളുടെ ഡയലോഗ് അല്ലേ അത്? ഉണ്ണിക്കണ്ണൻ മംഗളടാ, ഇത് രാഹുൽ മംഗളടാ. നിനക്ക് ഓർമ്മയില്ലടാ പണ്ട് പൗഡറൊക്കെ? എൻ്റെ മാമനാണ്. എടാ ഞാനേ ഇപ്രാവശ്യം കൂടെ പോയി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ് കൂടിയോന്ന് ആലോചിക്കാം. നല്ല തീരുമാനം. നീ എൻ്റെ കൂടെ കളിക്കാൻ പോരെ? എടാ കളിക്കാനുള്ള പണിക്ക് പോവാന്നാണ് പറയണത്. അല്ല നീ എങ്ങനെയാണ് ഒരു പണിക്കും പോവാതെ ജീവിക്കണത്? എടാ രാഹുലിടാ, നിനക്കറിയില്ല എന്നെ കുറിച്ച്. മനസ്സിലായേ? താൻ കളിക്കാൻ വരണ്ട, ഇപ്പൊ തന്നെ തോറ്റ് മൂഞ്ചിരിക്കുക. എടാ ഒരു മിനിറ്റ് ഇടാ. എടാ ഇവന്മാരെന്നെ പഞ്ഞിക്കിടും. ഈ കളി കൂടി തോറ്റാൻ 4ാമത്തെ കളിയാ. ഞാൻ നാളെ വൈകിട്ട് ഇറങ്ങാം.
വേഗം വന്ന് കയറും. ഇങ്ങനെ ഒരു കളി വേണം. ഒരു കുപ്പി അളിയാ കുപ്പി സെറ്റാക്കിട്ടോ. ആ കുപ്പി സെറ്റാക്കാം. ചേട്ടാ ഒരു ലിഫ്റ്റ് ആ ജംഗ്ഷൻ വരെ പ്ലീസ് താങ്ക് യു. നമ്മുടെ നാടൊക്കെ എത്ര പുരോഗമിച്ചു. പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് വയ്ക്കണ് കൊള്ളാലോ. മിന്നിലേട്ടെന്ന നാട്ടിലെത്തിയേ. എന്താ മിന്നിലേട്ടെന്ന നാട്ടിലെത്തിയെന്ന്. നിനക്കെങ്ങനെ എന്റെ പേരറിയാം? അതൊക്കെ എനിക്കറിയാം. അങ്ങനെ പലതും എനിക്കറിയാം. പറ, എങ്ങനെ എന്റെ പേരറിയാം? അതൊക്കെ എനിക്കറിയാം. നമുക്കൊരു കോഫി കുടിച്ചാലോ? ആ, എന്നാ കുടിക്കാം. വിട്ടോ, നല്ല ചായയുള്ള സ്ഥലം ഞാൻ പറയാം. എന്നാലും എങ്ങനെ എന്റെ പേരറിയാം? അതൊക്കെ എനിക്കറിയാന്നേ. ഇതാത്താൻ പറഞ്ഞു കോഫി. ഇനി പറ, തനിക്ക് എങ്ങനെ എന്നെ അറിയാം? ചേട്ടനൊരു അഖിലേനെ അറിയാവോ? ഏതകില? ചേട്ടൻ പണ്ട് കൊറേ പുറകെ നടന്നില്ലേ, വളച്ചു തരുമോന്നൊക്കെ ചോദിച്ചിട്ട്. ആ അഖില. എടോ, താൻ ആ പഴയ സോഫി അല്ലേ? ആ, ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. എടുത്താനാകെ വളർന്നു വലുതായി വലിയ പെങ്കൊച്ചായി സുന്ദരിക്കുട്ടിയായി പോയല്ല. എന്നാലും നിങ്ങളുടെ അഖിലയുടെ അത്ര വരൂല. അത് ശരിയാണ്. അല്ല, അഖിലയുടെ കാര്യം എന്തായി എന്നിട്ട്? ഒന്നും പറക്കാലോ, അത് പോയി. അതെനിക്ക് പണ്ടേ അറിയാവുന്നതൊന്നും നടക്കാൻ പോണില്ല. മീനിലേട്ടാ, നമ്മൾ കൊടുക്കുന്ന സ്നേഹം അവരിൽ നിന്ന് തന്നെ തിരിച്ചിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് തരാൻ ഇവിടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് തിരിച്ചറിയാനുള്ള മനസ്സ് വിനിലേട്ട കാണിച്ചാൽ മതി. താനാള് കൊള്ളാലോ, സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. സാഹിത്യമൊന്നുമല്ല ഏട്ടാ, സാഹചര്യം കൊണ്ട് പറഞ്ഞു പോണതാണ്. ചേട്ടനത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കിനാവുണ്ട് കണ്ണിൽ, നിലാവുണ്ട് നെഞ്ചിൽ, നീ എൻ്റെ പ്രാണന്റെ പാതിയാകുമെങ്കിൽ പറയാനേറെ നമ്മിൽ, അറിയാൻ മോഹമുള്ളിൽ, നീ പങ്കുവയ്ക്കുവാൻ എൻ്റെ പങ്കു ചേരുമെങ്കിൽ കണ്ണോട് കണ്ണിൽ നോക്കി നിന്നോളെ, എന്നോട് ഒന്നായെന്നും നിന്നോളെ, ഒന്നോളെ ചേരും കാലം വരെ മണ്ണോട്. എവിടെയാണ്? അല്ല, ചോദിക്കാൻ പറ്റൂ, സോഫി ഇപ്പോൾ വർക്ക് ചെയ്യണോ? അല്ലല്ല, പഠിക്കുക. BSc നഴ്സിംഗിന് ബാംഗ്ലൂരിൽ. ബാംഗ്ലൂരാണല്ലേ? ഓക്കെ. സോഫി കമ്മിറ്റഡ് ആണോ? ആണെങ്കിൽ ആണല്ലേ. അല്ലെങ്കിലോ? അപ്പോ അല്ല അല്ലേ? മാരേജ് വല്ലതും നോക്കണ്ടോ? ഇപ്പൊ ഇല്ല. വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ? വാട്സപ്പില്ല. അഡ്രസ് മനസ്സിലായി, റൂട്ട് എങ്ങോട്ടാ പോണേന്ന്. ഇപ്പേ തൽക്കാലം ആ കോഫിയുടെ ക്യാഷ് കൊടുക്കും. എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് ആക്കി. ബസ്സിന് ടൈമായി. പോലെ. ആ, പോ. ചേട്ടാ, ബിൽ. ഇവനൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു പെൺപിള്ളേരെ സെറ്റാക്കണേ. നമുക്കാണെന്ന് വെച്ചാൽ ഒരു പെണ്ണുള്ള ഒരു തേങ്ങയില്ല. എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഉവ്വ.